ഹായ്, ടീനിപ്കായ് കുട്ടികളുടെ ഒരു വീഡിയോ കാര്യം ഞങ്ങൾ ചെയ്യാറില്ല. ശ്രീദേവി ചേച്ചി പ്രത്യേകിച്ച് പറയാറുണ്ട് നമ്മുടെ കുട്ടികളുടെ വീഡിയോസ് ഒന്നും പുറത്ത് ചെയ്യണ്ടെന്ന് പറയാറുണ്ട്. പക്ഷേ ഇത്തവണ ഈ വീഡിയോ ചെയ്തതിൽ വലിയൊരു ഉദ്ദേശമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ് ഇത്തവണത്തെ +2 റിസൾട്ട് നൽകിയത്. അതിലേറ്റവും സന്തോഷം തോന്നിയ വിജയം ഞങ്ങൾക്ക് നൽകിയത് അന്ന സജിയാണ്. ഒരു പോരാട്ടത്തിൻ്റെ കഥ അന്നയ്ക്ക് പറയാനുണ്ട്, അന്നയുടെ ജീവിതത്തിനുണ്ട്. പരീക്ഷയുടെ സമയത്ത് അന്നമോൾ അനുഭവിച്ച ഓരോ ക്രൈസിസ് അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ടാണ് ഓരോ പരീക്ഷയ്ക്കും അന്നമോൾ പോയത്. ബയോളജി പരീക്ഷയുടെ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ആ ദിവസങ്ങളിലൊക്കെ അമ്മ ആശുപത്രിയിലായിരുന്നു. അവിടെ നിന്ന് പോയി എഴുതിയ ആ ഒരു പരീക്ഷയ്ക്ക് ഫുൾ മാർക്കാണ് അന്നമോൾ സ്കോർ ചെയ്തിരിക്കുന്നത്. എൻ്റെ +2 എക്സാമിൻ്റെ തുടക്കം മുതൽ അമ്മയ്ക്ക് ഭയങ്കര അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എൻ്റെ മോൾ എൻ്റെ കൂടെ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് രാത്രി ഒന്നും ഉറങ്ങാൻ പോലും പറ്റിയിട്ട് ഭക്ഷണം പോലും നേരെ ചൊവ്വേ കഴിക്കാതെ പോയി പരീക്ഷ എഴുതിയത്. അങ്ങനെ എഴുതിയാണ് ഇത്രയും നല്ലൊരു വിജയം അവൾക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. ഇത്രയും നല്ല മാർക്ക് മേടിച്ചിട്ടും എനിക്കൊന്ന് അഭിനന്ദിക്കാൻ പോലും പറ്റിയില്ലെന്നുള്ളതാണ് എൻ്റെ ആരോഗ്യസ്ഥിതി കാരണം. എൻ്റെ പപ്പയും അമ്മേനെയും നന്നായിട്ട് നോക്കാനും ഒരു വീട് വെക്കാനുള്ള ആഗ്രഹമാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നോട് പറഞ്ഞു നല്ലൊരു മുറി അന്തരീക്ഷം ഉണ്ടായിരുന്നു, ഞാൻ ഫുൾ മാർക്ക് മേടിച്ചത്. ഇത് കണ്ടോ, അന്നയ്ക്ക് 10ാം ക്ലാസ്സിലെ മികച്ച വിജയത്തിന് ടീനിപ്കായ് നൽകിയ സമ്മാനമാണ്. ടീനിപ്കായിലെ ടീമംഗങ്ങൾ, അതായത് ശ്രീദേവി ചേച്ചിയും പോലെ മറ്റു സാറുമാരും വളരെ സപ്പോർട്ടാണ്. EBSന് അഡ്മിഷൻ കിട്ടിയാലും ഒരു വർഷം ഏകദേശം 1.5 ലക്ഷം രൂപയാകും. അപ്പോൾ ഈ 4 വർഷം പഠിക്കാനുള്ള ഫീസാണ് എനിക്കിനി അടുത്ത് കണ്ടെത്തേണ്ടത്. ഒരു കാര്യം ഞാൻ ഉറപ്പ് നൽകുക, ഞാൻ പഠിച്ച് നല്ലൊരു നേഴ്സായ ശേഷം ശ്രീദേവി മാഡം ടീനിപ്കായിലെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെങ്കിലും സഹായിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ടീനിപ്കായ് പ്രോജക്റ്റ് +2 വരെ മാത്രമേ കുട്ടികൾക്ക് സപ്പോർട്ട് നൽകുന്നുള്ളൂ. ആ ഒരു സാമ്പത്തികം തന്നെ അനിൽ സാറിൻ്റെ ക്ലാസ്സിൽ നിന്നും ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നമുക്ക് അവിടെ ഇവിടെ നിന്നൊക്കെ കിട്ടുന്നത് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു സപ്പോർട്ട് നൽകാനായി താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യും.